വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ഈ വർഷത്തെ CUT UG പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള CUTയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസ് ആണ്. നമ്മൾ ജനറൽ ടെസ്റ്റിന്റെയും അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റിന്റെയും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ് മോഡേണിന്റെ 1857 ശേഷമുള്ള ഇൻസിഡന്റുകൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുപോലെ തന്നെ ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഗാന്ധി, അതുപോലെ തന്നെ പാർട്ടീഷൻ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇത്തരത്തിലുള്ള ഏരിയാസിൽ നിന്ന് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും ഡൊമൈൻ സബ്ജക്റ്റിൽ നിന്ന്. ഇത് നിങ്ങളുടെ GTയിലും ഇതേ ഒരു ഏരിയ നിങ്ങൾക്ക് വരുന്നു, ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് അറേഞ്ച് ദ ഫോളോയിങ് മൂവ്മെന്റ് ഇൻ ഓർഡർ ടു ദയർ ഒക്കറൻസ്. ക്രോണോളജിക്കൽ ഓർഡർ ആണ്. സാധാരണഗതിയിൽ നമ്മൾ ബോർഡ് എക്സാമിലൊക്കെ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഖേദുണ്ട്, ബർദോളി സത്യാഗ്രഹം ഉണ്ട്, റൗലറ്റ് സത്യാഗ്രഹം ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ട്, ചമ്പാരൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഫസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്, ദെൻ ഏറ്റവും ലാസ്റ്റ് ഏതാണ്, ഇത്തരത്തിലുള്ള രീതിയിലാണ് ഇത് നമ്മൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കറക്റ്റ് സെറ്റ് ആൻസറിലുണ്ട്. നമുക്ക് 1, 2, 3, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഓരോന്നിന്റെയും നമുക്ക് ഇയർ എഴുതി നോക്കാം. ഫസ്റ്റ് ഖേദ സത്യാഗ്രഹം നടക്കുന്നത് 1918 ആണ്. 1918 ആണ് ഖേദ നടക്കുന്നത്. ഓക്കെ, ഖേദ നടക്കുന്നത് 1918 1918 ഖേദ നടക്കുന്നത്. ദെൻ ബർദോളി സത്യാഗ്രഹത്തിന്റെ അമരനായകനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് ബർദോളിയിലെ കർഷക സത്യാഗ്രഹമായിരുന്നു. 1928 ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്, 1928. ദെൻ റൗലറ്റ് സത്യാഗ്രഹം നടക്കുന്ന വർഷം നമുക്കറിയാം, റൗലറ്റ് ആക്ട് 1918 വരുന്നത്. 1918 റൗലറ്റ് ആക്ട് വരുന്നത്. ദെൻ 1919 റൗലറ്റ് സത്യാഗ്രഹം വരുന്നത്. 1919 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ദെൻ ചമ്പാരൻ സത്യാഗ്രഹം വരുന്നത് ഗാന്ധി ആദ്യമായിട്ട് ഇടപെട്ടിട്ടുള്ള സത്യാഗ്രഹമാണ്. ബീഹാറിലെ ചമ്പാരനിൽ നടക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് 1917 ഓക്കെ, 17. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ആദ്യം സംഭവിച്ചിട്ടുള്ളത്. ചമ്പാരനാണ് ഫസ്റ്റ് വരുന്നത്. ഓപ്ഷൻ E ആണ് ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷൻ E വന്നത് കൊണ്ട് തന്നെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കറക്റ്റ് ആയിരുന്നു. 4 അതുപോലെ തന്നെ 1 ഒരിക്കലും വരില്ല എന്നത്. ദെൻ അപ്പോൾ ഓപ്ഷൻ 2 ഓർ 3 ആയിരുന്നു. ദെൻ രണ്ടാമത് നടക്കുന്നത് നമുക്കറിയാം ഖേദ സത്യാഗ്രഹം. ഖേദ 1918 അപ്പൊ E A ആണ് ഓപ്ഷൻ. E A എന്ന് തന്നെ വന്നാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ആദ്യം ചമ്പാരൻ വരുന്നു, പിന്നെ ഖേദ വരുന്നു, പിന്നെ വരുന്നത് റൗലറ്റ് സത്യാഗ്രഹമാണ്, പിന്നെ ബർദോളി സത്യാഗ്രഹമാണ്, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ D ആയിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇങ്ങനെയാണ് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതി. പ്രത്യേകിച്ചും ക്രോണോളജിക്കൽ ഏരിയാസ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ ഇൻസിഡൻസ് ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ GTയിലും ജനറൽ ടെസ്റ്റിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്രിക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.